വളരെ രഹസ്യമായി നടന്ന ഒരു ചർച്ചയായിരുന്നു ഇത്. രഹസ്യമായ ചർച്ചയായിരുന്നെങ്കിലും എങ്ങനെയോ ഈ ചർച്ച ദുര്യോധനന്റെ ചെവിയിലെത്തി. ഉടനടി അയാൾ തന്റെ പിതാവിനെ കാണുവാനെത്തി. പിതാവേ, അങ്ങയ്ക്ക് ഓർമ്മയുണ്ടോ? ബാല്യത്തിൽ എൻ്റെ കനവുകൾ എത്രയോ ലളിതമായിരുന്നു. രാജകുമാരൻ എന്ന പദവിയിൽ തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞു നിന്നിരുന്നു. സിംഹാസനത്തിൻ്റെ സ്വർണപ്രഭ എന്നെ ഒട്ടും തന്നെ അലട്ടിയിരുന്നില്ല. എന്നാൽ എൻ്റെ ആദ്യ ശ്വാസം മുതൽ അങ്ങ് എൻ്റെ മനസ്സിൽ അധികാരത്തിൻ്റെ വിത്തുകൾ പാകി. കാലത്തിൻ്റെ ഓരോ തുള്ളിയിലും അത് വളർന്നു, പുഷ്പിച്ചു, ഫലിച്ചു. അറിയാതെ തന്നെ ആ വിത്ത് എൻ്റെ ഉള്ളിൽ ആഴത്തിൽ വേരുറച്ചു. പിന്നീട് ആ അധികാരദാഹം എന്നെ നയിക്കാൻ തുടങ്ങി. എൻ്റെ പാതയിൽ വന്നവരെയെല്ലാം ഞാൻ വെറുത്തു. എൻ്റെ നിശ്വാസങ്ങൾ പോലും ആ സിംഹാസനത്തിനു വേണ്ടി മാത്രമായി. ഇപ്പോൾ ഇതാ അങ്ങ് തന്നെ എന്നിൽ നട്ട ആ അധികാര വൃക്ഷത്തിൻ്റെ വേരുകൾ വെട്ടിമാറ്റുന്നു. എൻ്റെ നിലനിൽപ്പിൻ്റെ അർത്ഥം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അയാളുടെ വാക്കുകളിൽ നിറഞ്ഞത് ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളായിരുന്നു. അത്രയും പറഞ്ഞ് പിതാവിന്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ ദുര്യോധനൻ ആ മുറിയിൽ നിന്നും ഇറങ്ങി. ധൃതരാഷ്ട്രരുടെ ഹൃദയം തകർന്നു. അറിയാതെയാണെങ്കിലും താൻ തന്റെ മകനോട് ചെയ്ത തെറ്റ് അയാൾ മനസ്സിലാക്കി. പിന്നീട് മകനോട് സംസാരിക്കാൻ അയാൾ ചെന്നു. എന്നാൽ അയാൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തന്നിൽ നിന്നും ദുര്യോധനൻ അകന്നു മാറുന്നു. മുഖത്തുപോലും നോക്കുന്നില്ല. ധൃതരാഷ്ട്രരുടെ ഉള്ളിലെ പിതാവ് വേദനയിലാണ്ടു. ദുര്യോധനനോട് സംസാരിക്കാൻ പറ്റാത്തത് വലിയൊരു ബുദ്ധിമുട്ടായി അയാൾക്ക് മാറി. ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ പോലും അയാൾക്ക് പറ്റാതെയായി.